കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഭാമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബില. നമ്മൾ നാടൻ കള്ളി ഷാപ്പുകളിലൊക്കെ കിട്ടുന്ന ഒരു കോഴിക്കറി ഇല്ലേ, അതാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ് ഈ കറി കൂട്ടാനായിട്ട്. അപ്പൊ അതെങ്ങനെയാ ചെയ്താന്നുള്ളത് വീഡിയോയിലൂടെ കണ്ടാലോ? ചിക്കൻ കറിക്കായിട്ട് 1 കിലോ ചിക്കൻ ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ചിക്കൻ കറിയിലേക്ക് വേണ്ട സാധനങ്ങളായിട്ട് എടുത്തിട്ടുള്ളത് ചെറിയുള്ളി വേണം. ഒരു 20 ചെറിയുള്ളി 2 കീറി എടുത്തതും ഒരു ചെറിയൊരു പീസ് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. ഒരു 15 വെളുത്തുള്ളി 2 കീറി എടുത്തതും ഒരു 2 ടേബിൾ സ്പൂണും തേങ്ങാക്കൊത്ത്. പിന്നെ എരിവിനായിട്ട് നമ്മൾ എടുക്കുന്ന മുളകും പൊടിയല്ല, അതിന് പകരം ഉണക്കമുളകാണ്. ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയൊരു പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, ഒരു മുറി തേങ്ങ ചിരവി എടുത്തതും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 സ്പൂണോളം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി. ചിക്കൻ ഒന്ന് നമ്മള് കംപ്ലീറ്റ് വെള്ളം ഒന്ന് കളഞ്ഞൊന്ന് മഞ്ഞൾ തേച്ച് വെക്കണം. ചിക്കൻ ഇതാ മഞ്ഞൾ തേച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ായിട്ട് തുടങ്ങുക. അതിലേക്ക് ആദ്യം നമ്മൾ മസാല ആയിട്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഈ കറി ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഇതൊരു നാടൻ ഷാപ്പിലെ കറിയല്ലേ, അപ്പൊ അത് വെളിച്ചെണ്ണ ചേർത്താലട്ടാ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തേങ്ങ ചെറുതായി മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളക് ഇപ്പൊ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ തന്നെ ഇടണം. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പൊടികളും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കാം. തണുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ വേണ്ടത് അരച്ചെടുക്കാനായിട്ട്. വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾ തേച്ച് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനിൽ മഞ്ഞൾ തേച്ചുകൊണ്ട് തന്നെ ഇനി നമ്മൾ വേറെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണ്ട. ഇതിന്റെ മേളിലേക്ക് ആ തേങ്ങേന്റെ കൂട്ടിൽ അത് വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഈ പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം വശത്താവുന്ന പോലെ ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ആ ചാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ചേർക്കണം. വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. വേവിക്കുമ്പോൾ നമ്മൾ തീ കൂട്ടി വെച്ച് വേവിക്കരുത്. തീ കുറച്ച് വെച്ച് കുറഞ്ഞ തീയിൽ വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കറി നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് കുറുകി വരണം കേട്ടോ കറി. ഇതാ ചാറൊക്കെ ഒന്ന് കുറുകി എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ നാടൻ ഷാപ്പിലെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.